ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം മഹേന്ദ്ര ബൊലേറോ. അതിൻ്റെ പവർ സ്റ്റിയറിംഗ് പമ്പ് ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പവർ സ്റ്റിയറിംഗ് പമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ അകത്തുള്ള പാർട്സും കാര്യങ്ങളും എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് പൊളിച്ചിട്ട് അതിനകത്ത് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഇതാണ് പവർ സ്റ്റിയറിംഗ് പമ്പ് കേട്ടോ. ഇതാണ് ചെറിയൊരു പമ്പാണ്. ഇതിൽ കൂടെ ഓയിൽ വരും, തള്ളും. ഇതിന് വർക്കിനനുസരിച്ച് എഞ്ചിൻ വർക്കിനനുസരിച്ച് അങ്ങനെ തള്ളും. അത്രേ ഉള്ളൂ. അത് ജസ്റ്റ് ഒരു പമ്പ് മാത്രമാണ്. നമ്മുടെ മോട്ടറിൻ്റെ ഇമ്പല്ലറും അതേപോലെ ഒരു ഇമ്പല്ലറും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അത്രേ ഉള്ളൂ. അതിൽ ഫ്ലൂയിഡിനെ തള്ളാനുള്ള ചെറിയൊരു പമ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പൊളിച്ചിട്ട് ഇതിനകത്ത് എന്തൊക്കെ ഉള്ളതെന്ന് ഒന്ന് നോക്കിയാലോ നമുക്ക്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുള്ളി കേട്ടോ. അതായത് എഞ്ചിന് കണക്ട് ചെയ്യാനുള്ള ബെൽറ്റ് ഇതിനേക്ക് കണക്ട് ചെയ്യും. ഇതിങ്ങനെ എഞ്ചിൻ സ്റ്റാർട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങും. അപ്പോൾ ഇതിനകത്ത് പമ്പ് ഇങ്ങനെ കറങ്ങി ഒരു ഇമ്പല്ലർ ഉണ്ടാക്കും. അതിൽ ഫ്ലൂയിഡ് വരും. അത് നേരെ പമ്പ് ചെയ്ത് നേരെ സ്റ്റീറിംഗ് ബോക്സിലേക്ക് കയറ്റിയിടും. അത്രേ ഉള്ളൂ സംഭവം. വർക്കിങ് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. വേറെ കാര്യമായിട്ടുള്ള പാർട്സ് പോലെ ഒരു ബെയറിംഗ് ഉണ്ടായിരിക്കും, ഇമ്പല്ലർ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കും. അപ്പം ഇതാണ് ഇതിൻ്റെ പുള്ളി. ഈ പുള്ളി അതായത് ഇങ്ങനെ ഈ നെട്ടിങ്ങനെ അയച്ചെടുക്കുക. വേറെ വാഷ ഉണ്ടായിരിക്കും. ഈ പുള്ളി നേരെ പൊക്കിയെടുക്കുക. അപ്പോൾ അത് മാറ്റുക. ഇതാണ് ഇതിൻ്റെ ഷാഫ്റ്റ് കേട്ടോ. ഈ ഷാഫ്റ്റാണ് കറങ്ങണത്. ഇത് നേരെ അപ്പുറത്തേക്ക് വരും. അവിടെ ഒരു ഇമ്പല്ലർ പോലത്തെ സംഭവം ഉണ്ടായിരിക്കും. അത് വെയിൻ പമ്പ് പോലത്തെ ഒരു ഇമ്പല്ലർ പറഞ്ഞാൽ സാധാരണ നമ്മളെ മോട്ടറിൻ്റെ ഇമ്പല്ലർ പോലത്തെ അല്ല. അതിങ്ങനെ കറങ്ങണതിനനുസരിച്ച് അങ്ങനെ തള്ളി മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്തൊരു ബെയറിംഗ് ഉണ്ട്, സീലും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇവിടെ ഒരു സർക്ലിപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പമ്പ് കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബെയറിംഗ് എല്ലാം പോയി അരഞ്ഞിട്ട് കംപ്ലൈൻറ്റ് ആയത് കേട്ടോ. അത് അരഞ്ഞ് ഭയങ്കര സൗണ്ടും ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ ലീക്കായി. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് കഴിക്കാൽ ഇതാ ബാക്കിൽ ഒരു 4 12 ബോൾട്ട് ഉണ്ടായിരിക്കും. ഈ 12 ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ ഈ 12 അയക്കുക കേട്ടോ. ഈ 12 അയക്കുക. അപ്പോൾ ഈ 4 12 അയക്കുക കേട്ടോ. 12 ബോൾട്ട് 4 അയച്ച് മാറ്റുക. ഇതിങ്ങനെ ലൂസ് കൊണ്ടുപോലോ. ഞാൻ ആദ്യം അയച്ചു വെച്ചാണ്, പെട്ടെന്ന് അയക്കാൻ വേണ്ടിയിട്ട് ആദ്യം ലൂസാക്കി വെച്ചാണ്. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് ഇതിൻ്റെ എൻ്റെ സ്ക്രീനിൽ ഉണ്ടാവും. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക. ഇത് കംപ്ലൈൻ്റ് ആയിട്ട് ഇത് മാത്രം മാറിയാൽ അത് വേറെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 4 12 അയച്ചിട്ടുണ്ട്. ഇനി നേരെ ഈ ഒരു പീസ് നമുക്ക് ഒന്ന് പൊക്കിയെടുക്കാൻ പറ്റും. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ ഇമ്പല്ലർ വരുന്ന സംഭവം. ഇതെങ്ങനെ വർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇടണം. ഇമ്പല്ലർ എങ്ങനെ കേട്ടോ. ഇത് ഇങ്ങനെ വർക്കിനനുസരിച്ച് മുന്നോട്ടും ബാക്കോട്ടും വന്നിട്ടാണ് അതിൻ്റെ ഇമ്പല്ലറിൻ്റെ ഒരു ഷേപ്പിലേക്ക് ആവുക. അത് കറക്റ്റ് റൗണ്ട് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നമ്മൾ കറങ്ങണതിനനുസരിച്ച് അതിങ്ങനെ മുന്നോട്ടും ബാക്കിലോട്ടും വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് ഫ്ലൂയിഡാണ് തള്ളി കൊടുക്കും. നേരെ തിരിച്ചെടുക്കേണ്ടതിന് അതിങ്ങനെ എല്ലാം കൊട്ടയില്ല. ഇതുണ്ടോ, ഇത് ഫുള്ളായി അകത്തിട്ടു. ഇതിനി ഇങ്ങനെ വർക്കിനനുസരിച്ച് ഇതിങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വരും. ഇത് ഫ്രണ്ടിലോട്ട് വരും. അപ്പോൾ ഒരു ഇമ്പല്ലർ ഷേപ്പായില്ലേ. ഇനി അതെങ്ങനെ ഇരിക്കണേ കാണിച്ചു തരാം കേട്ടോ.
ഉണ്ട്. ഇത് ഇങ്ങനെ ഇരിക്കും. കണ്ടോ, ഇതിങ്ങനെ ഇരിക്കും. ഇതിങ്ങനെ വർക്കിനനുസരിച്ച് ഈ ഒരു സാധനം കണ്ടോ, ഇതിങ്ങനെ ഇങ്ങനെ തള്ളുള്ളൂ. കണ്ടോ, അതിങ്ങനെ തള്ളിയിട്ടുണ്ടോ. അപ്പം നീ ഇവിടെ ഇതൊരു തള്ളിക്കണുണ്ടോ. ഇപ്പം ഈ 2 എണ്ണം ഇതിങ്ങനെ തള്ളിക്കണുണ്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ ഓയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഓയിൽ ഇങ്ങനെ തള്ളി ഇതിങ്ങനെ ഇപ്പുറത്ത് കൂടെ ഈ ഹോളുകൾ ഉണ്ടായിരിക്കും. ഇതുണ്ടോ, ഇങ്ങനെ ഹോളുകൾ ഉണ്ടായിരിക്കും. ആ ഹോളിൽ കൂടെ ഇങ്ങനെ തള്ളി കയറ്റി വിടും. ഇതിങ്ങനെ തള്ളി ഇതിങ്ങനെ ഈ ഹോളിൽ കൂടെ ഇങ്ങനെ തള്ളി കയറ്റി വിടും. അതാണ് ഒരു സംഭവം. ഇതിങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ഇവിടെ എത്തുമ്പോൾ ഇത് ഉള്ളിലേക്ക് വരും, ഇവിടെ എത്തുമ്പോൾ ഇത് പുറത്തേക്ക് വരും, ഇവിടെ എത്തുമ്പോൾ പുറത്തേക്ക് വരും, ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് വരും. അതാണ് ഇവിടെ വർക്കിംഗ് നടക്കുന്നത്. സാധാരണ നമ്മൾ ഇമ്പല്ലറിന് വാട്ടർ ഇമ്പല്ലറൊക്കെ പറയുന്നത് അത് ഫുള്ളായിട്ട് പുറത്തേക്ക് നിൽക്കും. ഇതങ്ങനെയല്ല. ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഇതിങ്ങനെ പുറത്തേക്കും ഉള്ളിലേക്കും തള്ളിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന്. പിന്നെ ഇതിൻ്റെ സീൽ കേട്ടോ. ഇതിൻ്റെ സീലാണ്. ഇതിങ്ങനെ വരും. ഇതാണ് അതിൻ്റെ മെയിൻ ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റിലേക്കാണ് ആ ഇമ്പല്ലറിൻ്റെ ഇത് കണക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും കേട്ടോ. ബെയറിങ് ഇപ്പം ഫുള്ളായിട്ട് പോയാണ്ടാണ് അത് പ്രസ് ചെയ്ത് എടുക്കേണ്ടി വരുന്നത്. അപ്പം ഇതിലൂടെയാണ് ഓയിൽ വരുന്നതും. ഇതിലൂടെ ഒരെണ്ണം ഔട്ടും ഇന്നും ഉണ്ട് കേട്ടോ. ഇന്നും ഔട്ടും അതിങ്ങനെ വർക്ക് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ തള്ളി കൊടുത്തുകൊണ്ടിരിക്കും. ഇത്ര ഉള്ളതിന് അതിലുള്ള പാർട്സും കാര്യങ്ങളും മെയിനായിട്ട് ഒരു മെയിൻ ഷാഫ്റ്റ് ഉണ്ട്. ഇതിലേക്ക് ഫിറ്റ് ചെയ്യുന്ന ഒരു പുള്ളി ഉണ്ട് കേട്ടോ. ബെൽറ്റ് ഒരു പുള്ളി. ഇവിടെ ഒരു സീലും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഒരു ബെയറിങ്. പിന്നിൽ നമ്മളെ ഈ ഒരു സംഭവം. ഇതാണ് ഇതിൻ്റെ ഓയിൽ തള്ളണ ഭാഗം. ഇതിനെ വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഓയിലിനെ തള്ളി ഇതിൻ്റെ ഉള്ളിലേക്കും ഇട്ട് ഇതുവഴി പുറത്തേക്കും ഇതുവഴി ഒരെണ്ണം ഇന്നും ഔട്ടുമാണ്. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് കേട്ടോ. അപ്പം നമുക്ക് മനസ്സിലായല്ലോ ഫാസ്റ്റിംഗ് പമ്പിൻ്റെ ഉള്ളിൽ എന്താ സംഭവം എന്ന്. ഇത്രയും പാർട്സും കാര്യങ്ങളുള്ളൂ. ആ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ വീണ്ടും കാണാം.